MP ഫണ്ട് പാസ്സായിട്ടും റോഡിൻ്റെ പണി ഇതുവരെയും പൂർത്തീകരിക്കാത്തതിൽ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പൗരൻ IP ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലക്കുടി മണ്ഡലത്തിലെ വെങ്ങോല പഞ്ചായത്തിലെ അമ്പേനിമുകൾ വാത്തിമറ്റം പെരുമാനി ഓട്ടത്താണി റോഡിന് 3,56,00,000 രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവൃത്തിയിൽ കരാറുകാരൻ കാണിച്ച കെടുകാര്യസ്ഥത മൂലം ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് ഇതുവരെയും പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3.5 കോടി രൂപ കൊണ്ട് കയറ്റമെല്ലാം താത്തി സുഗമമാക്കി തരാമെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. കയറ്റം താത്തിയില്ല എന്ന് മാത്രമല്ല, കയറ്റം ഇവിടെ കുറച്ചുകൂടെ കയറ്റം ഉണ്ടാക്കി 1.5 അടി കയറ്റം കൂടി പൊക്കത്തിലേക്ക് മണ്ണ് പുറമേ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് പൊക്കി ഇവിടെ റോഡിൽ. അതും പോട്ടെ, അതും ഞങ്ങൾ എല്ലാവരും സഹിക്കാൻ തയ്യാറാണ്. അവസാനം കൊണ്ടുവന്ന് ഈ മെറ്റലെല്ലാം കൊണ്ടുവന്ന് വിരിച്ച് ഒരു സൈക്കിളോ ഓട്ടോറിക്ഷയോ ഒന്നും പോകാൻ പാടില്ല. അത് 3-4 സ്കൂളിലെ ബസ് പോകുന്നുണ്ട്. ആ ബസ്സുകാർക്കൊന്നും പോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ മെറ്റൽ കൊണ്ടുവന്ന് വിരിച്ച് നടന്നു പോകാൻ പോലും പറ്റില്ല. സ്കൂട്ടറോ പോവില്ല, ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ ഓട്ടോറിക്ഷക്കാരൻ വരില്ല. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പെടുന്നത്. പശു വളർത്തലും ആട് വളർത്തലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ബാഗ് തീറ്റ കൊണ്ടുവരാനോ ഒന്നും സാധ്യമാവാത്ത രീതിയിൽ അവരെല്ലാം കഷ്ടപ്പെടുകയാണ്. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെടുകയാണ്. ഇതിപ്പോൾ 60 കൊല്ലത്തോളം ഞങ്ങൾ കാരണന്മാർ മുഖേന ഇങ്ങനെ കിടക്കണതാണ്. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ട് 4 കൊല്ലമായി. ബെന്നി ബേനാന ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡാണ്. ഇതൊരു ഞങ്ങൾക്കിപ്പോൾ ഒട്ടും പറ്റാത്ത അവസ്ഥയായി. വണ്ടി ഇപ്പോൾ അവിടെ കാണാമല്ലോ, അവിടെ കയറി വരുമ്പോൾ കാണാമല്ലോ. പരിഹാരം ഉദ്യോഗസ്ഥന്മാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിലേക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു കൊച്ചു മരിച്ചിട്ട് ആ കൊച്ചിൻ്റെ ബോഡി വന്നപ്പോൾ ആ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി. അങ്ങനത്തെ അവസ്ഥ ഇവിടെ വന്നാണ്. ആ വണ്ടി ആംബുലൻസിൻ്റെ ടയർ പൊട്ടിപ്പോയി. ഇപ്പോൾ 4 കൊല്ലത്തോളം ഇങ്ങനെ കിടക്കണം. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഈ മൂലമായിട്ട് ആരും തിരിഞ്ഞു നോക്കണില്ല. ഈ ഒരു 70 വർഷമെങ്കിലും ആയി ഞങ്ങളുടെ ഈ റോഡ് ഇങ്ങനെ കൊള്ളൂലാതെയായി കിടക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ഒരു 3.5 കോടി രൂപ അനുവദിച്ച് ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് എങ്ങുമല്ലാത്ത രീതിയിൽ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾ പോകുന്നു, മദ്രസയിൽ പോകുന്നു, വണ്ടികളൊന്നും കയറി വരുന്നില്ല. ഞങ്ങൾ 2 വീലർ നിരന്തരം മറിഞ്ഞ് കാലും കൈ ഓടിയാണ്. ഞങ്ങൾക്ക് ഒരു രീതിയിലും പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടിൽ ഞങ്ങൾ വണ്ടി കയറി പോകില്ലാതെ വിഷമിച്ചിരിക്കുക. ഒരു ആംബുലൻസ് പോലും കയറി വരുന്നില്ല. അവിടെ മരിച്ച് ഒരു 2016 മരിച്ച് ഒരു ആംബുലൻസ് ഇവിടെ കയറി എല്ലാവരും ഇടയ്ക്ക് ഇറക്കി തരാൻ ചെയ്തത്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ഉടനടി ഇലക്ഷനായിട്ട് ഞങ്ങൾ പലരും വന്ന് പലരും ഓടിച്ചു വിട്ടേക്കാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ല. ഈ റോഡിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഈ റോട്ടിൽ വിരിച്ചിരിക്കുന്ന മിറ്റിൽ നീക്കം ചെയ്ത് തരണമെന്ന് ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതരെയും വാർഡ് മെമ്പറേയും ഇത് അറിയിക്കേണ്ട എല്ലാ രീതിയിലും ഞങ്ങൾ അറിയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു നിയമ നടപടി കണ്ടെത്തി സ്വീകരിച്ച് തരണം. ഞങ്ങൾക്ക് ഇത് ഉദ്യോഗസ്ഥന്മാർ കാണാൻ ഇതിലെ ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും ഇതിൽ വന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ രോഗികളുണ്ട്, അതുകൂടാതെ മറ്റേ കിടപ്പ് രോഗികളുണ്ട്, കൂടാതെ സ്കൂൾ മക്കളുണ്ട്, മദ്രസയിൽ പോണവരുണ്ട്. ഒരു സ്കൂൾ ബസ് പോലും ഈ റോട്ടിൽ കൂടി കടന്നു വന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഈ മെറ്റൽ മാറ്റുകയോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയോ ചെയ്യണമെന്ന് താഴ്മയായി ഈ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടറിനെ കാണാനേ പോകണം. അതിനൊരു ഓട്ടോ വിളിച്ചാൽ പോലും എൻ്റെ വീട്ടിൽ വരും എന്നെ കൊണ്ടുപോയി ചെയ്യാൻ ഓട്ടോക്കാരന് തയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ മോശം കൊണ്ട്. പിന്നെ എൻ്റെ മക്കൾ എന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നെ കൊണ്ടുപോയി ഞാൻ മരുന്ന് മേടിക്കുകയും ചെയ്താണ് കഴിയണം. അതുപോലെ പിഞ്ച് 3 മക്കളുണ്ട് കുടുംബത്തിൽ. ആ മക്കൾക്ക് ബസ് വന്ന ബസ്സിൽ പോയി കയറാനോ ആ ബസ്സുകാർ സ്റ്റാർട്ടാക്കുകയോ നിർത്തുകയോ ചെയ്യുക പിടിച്ചാൽ കിട്ടില്ലാത്ത അവസ്ഥയിലാണ് വണ്ടി ബസ് വന്നതും പോണതും. അങ്ങനത്തെ അവസ്ഥയാണ് ഈ റോഡ്. ഇങ്ങനെ ഒരു സ്ഥലത്തും ഇല്ലയെന്ന് ആര് ഈ റോട്ട് വന്നാലും നിങ്ങളുടെ റോഡ് എന്താ ഇങ്ങനെ കിടക്കണേന്ന് തന്നെ ചോദിക്കണവരുള്ളൂ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ചെയ്തെന്നാൽ വളരെ ഒരു ഉപകാരമായിരിക്കും. അമ്പേനിമുകൾ പെരുമാനി വാത്തിമറ്റം ഓട്ടത്താണി റോഡിൻ്റെ ഈ അവസരത്തിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ് പൗരൻ IP ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ.